കൂടി ഞാൻ പറയട്ടെ, മര്യാദയുണ്ടോ നിനക്കൊക്കെ? എത്ര കാലമായിട്ട് പറയുന്നു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും നിർണായകമായ ചില നിമിഷങ്ങളിൽ അവരുടെ സ്വകാര്യതയിലേക്ക് വടിയും മൊബൈലുമായിട്ട് കടന്നു കയറുന്ന നിനക്കൊക്കെ നാണമുണ്ടോടാ? പ്രിയപ്പെട്ട സലീം കുമാറിൻ്റെ ഇന്നലത്തെ ആ വിയോഗത്തിൽ, അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശന ചടങ്ങുകളിൽ ഈ മാധ്യമപ്രവർത്തകർ എന്ന് ഞാൻ വിളിക്കുന്ന, എന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ വടിയും കോലുമായിട്ട് നടക്കുന്ന കുറേ സോഷ്യൽ മീഡിയ ഊളകളുണ്ട്. നീയൊക്കെ തെറി വിളിച്ചോ? പക്ഷേ എത്ര കാലമായിട്ട് നിന്നോടൊക്കെ പറയുന്നു, ഒരു മൊബൈലും പൊക്കിപ്പിടിച്ച് ഏതെങ്കിലും സെലിബ്രിറ്റി ഒന്നുകിൽ മരിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിലോ അവിടെ വന്ന് അവരുടെ സ്വകാര്യതയെ ഇത്രമാത്രം ഹനിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വടിയും കുന്തവും കയറ്റി മൊബൈലും കയറ്റി നീയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ ഇന്നലെ ഒരു സമൂഹത്തെ മുഴുവൻ ഒന്നടങ്കം നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്തത്. ഒരു വലിയ കലാകാരൻ ഇന്നലെ യാത്രയപ്പ് നടത്തിയ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പോലും പറയേണ്ടി വന്നു, നിങ്ങളൊന്നും മാറി നിൽക്കൂ, വീട്ടുകാരെ ചടങ്ങൊന്നും നടത്തട്ടെ. മര്യാദ കെട്ടവന്മാരെ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകന് ആ പന്തലിൽ ആ മകന് ചന്തുവിന് അവന് പ്രതിഷേധിക്കേണ്ടി വന്നു. സ്വന്തം അച്ഛൻ്റെ മരണത്തിൻ്റെ ആ ഒരു അവസാന നിമിഷം, അദ്ദേഹത്തെ യാത്രയാക്കുന്ന അവസാന നിമിഷം അവന് അലറി പറയേണ്ടി വന്നു, ഒന്ന് മാറി നിൽക്കൂ, നാണം കെടണ്ടേ, തല കുനിക്കണ്ടേ കേരളമേ?